വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് തെജുതങ്ക ആൻഡ് യു വാച്ചിങ് തെജുതങ്ക ഡയറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന എല്ലാവരും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാവുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ പാലക്കാടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഈ റോഡ് സൈഡിലായിട്ടും കടയുടെ ഫ്രണ്ടിലായിട്ടും കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അവരൊന്ന് സന്തോഷിപ്പിക്കണം എന്ന്. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ പാലക്കാട് ഫോർട്ടിൻ്റെ അടുത്തായിട്ട് ഞാനൊരു അപ്പൂപ്പനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ റെഡിയാണെന്ന് വെച്ചാൽ, കാരണം ആൾ ഭയങ്കര ഒരു ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ആളുടെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, താടി മീശയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്, അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം സെറ്റ് ചെയ്തിട്ട് ആൾ മൊത്തത്തിൽ ഒന്ന് മാറ്റിയെടുത്ത് ഒന്ന് അടിപൊളിയാക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആളോട് പോയിട്ട് ചോദിക്കാം, ആൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് പോയി ചോദിക്കാം, എന്നിട്ട് ആളെ ഹാപ്പി ആക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് പോവാം ഗൈസ്. അപ്പം ഞാൻ ഇവിടെ ഒരു അപ്പൂപ്പനെ കണ്ടു. അപ്പം ഞാൻ ആളെ ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കിയാൽ ഭയങ്കര സൗണ്ട് വണ്ടിൻ്റെ. ഹലോ, അതാണ് നിന്റെ ക്യാമറ. ഹായ് എന്ന് കാണിക്കോ? ഹായ് എന്ന്. അപ്പോൾ നമുക്കെല്ലാം റെഡി ആക്കാം. ആണ് ഞാനിപ്പോൾ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ശരിയാക്കാം ഗൈസ്. അപ്പൂപ്പന് ആദ്യം ഫുഡ് എന്തേ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഫുഡ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അപ്പം നമുക്ക് പോവാം. ആ, ഞാൻ ഡ്രൈവ് ചെയ്യും. ആ, കയറിക്കോ. നേരെ പോയാൽ ഓക്കെ. അത് എന്നെ എടുക്കാൻ വേണ്ടി വന്നോ? ആ, ഇത് ഒരു അടയാളം വെച്ചാൽ ജ്വല്ലറി ഉണ്ടല്ലോ, അതിന് നേരെ ഒന്നാമത്തെ കാമ്പ്. ആരും എൻ്റെ അഡ്രസ് പറഞ്ഞു. അഡ്രസ് പറഞ്ഞേ, അമ്മ പോകുന്ന വഴിക്ക് കണ്ടതാ. അറിഞ്ഞു വന്നാണോ? ആ, അവിടെ കണ്ടു. അവിടെ ഇരിക്കുമ്പോ കണ്ടതോ? അവിടെ ഇരുന്നപ്പോ റോട്ടിക്ക് നടക്കും. ക്രോസ് ചെയ്യാം. ഭഗവതിക്ക് സാപ്പിടാനില്ലാത്തപ്പോ ഇത് നൽകി തണുത്തു. ഗൈസ്, അതിന് ഞാൻ അപ്പൂപ്പനോട് പോയിട്ട് ചോദിച്ചു നമുക്കിങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഓക്കെ ആണോന്ന്. അപ്പോൾ പുള്ളിക്കാരൻ ഓക്കെയാണ്. നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾക്ക് ആദ്യം നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പനോട് എവിടെ കഴിക്കേണ്ടി വെച്ചപ്പോൾ അപ്പൂപ്പൻ ഒരു ഹോട്ടൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്, കണ്ടോ. പക്ഷേ സംഗതി എന്താണെന്ന് വെച്ചാൽ ആ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നമ്മളോട് പറഞ്ഞു വേറെ ആൾക്കാർക്ക് തിരക്കുണ്ട്, അപ്പോൾ മാറുമെന്ന് ചോദിച്ചു. അപ്പോൾ ഫുഡ് കഴിക്കേണ്ട ആൾക്ക് മാത്രമേ ഉള്ളിൽ ഇരിക്കാനുള്ളൂ. അപ്പോൾ അപ്പൂപ്പൻ ഉള്ളിലിരുന്ന് ഫുഡ് കഴിക്കുന്നത്, നമ്മളിവിടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ആദ്യം പോയി നമുക്ക് ഡ്രസ്സ് വാങ്ങാം. എന്നിട്ട് നമുക്ക് സലൂണിൽ പോയിട്ട് താടി മീശയും മുടി എല്ലാം നമുക്ക് സെറ്റാക്കാം. എന്നിട്ട് അപ്പൂപ്പന് മൊത്തത്തിൽ മാറ്റി ഒരു സൂപ്പർ അടിപൊളി ലുക്കാക്കി നമുക്ക് പുറത്ത് വിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ അപ്പൂപ്പൻ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിച്ച ഫുഡ് എങ്ങനെ? ആ, ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇപ്പം നമ്മൾ ചെറിയ ഷോപ്പിലേക്ക്. ചെറിയ ഷോപ്പല്ല, നമ്മൾ വലിയ ഷോപ്പിലേക്ക് നമുക്ക് പോവാ. തുണിക്കടക്കല്ലേ? ആ, തുണിക്കടക്ക്. അപ്പോൾ നമ്മൾ അപ്പൂപ്പനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ തുണിക്കടക്കാണ് ഗൈസ് പോകുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. വെറുതെ നീ പണം ചെലവഴിച്ചിട്ട് അത് ഇത് പറയണ്ട. ഇല്ല, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. കടക്കാരൻ എന്തേ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ബാക്കി അപ്പോൾ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോവാം. വേണോ അതോ പ്ലെയിൻ ഷർട്ട് മതി? ഇത് മതിയാ? ഇത് മതി. ഗൈസ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരുന്നു ഷോപ്പിംഗ്. ഇതാണോ ഇഷ്ടപ്പെട്ട്? ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു, വേറെ ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഇതെടുക്കാം. മുണ്ടും. അപ്പോൾ ഷർട്ട് എടുത്തു. ഞാൻ ഞെട്ടി. ഷോപ്പിംഗ് സ്കില്ല് സൂപ്പറാണ്. എനിക്ക് ആ സ്കില്ലില്ല. ഇനി അടുത്ത മുണ്ടാണ് എടുക്കാനുള്ളത്. അത് നോക്കാം.
ഗൈസ് നമ്മൾ ഷർട്ടും മുണ്ടും എടുത്തു. ഒരു മിനിറ്റ്, രണ്ടും മാച്ചാണ് അപ്പൂപ്പൻ എടുത്തത്. രണ്ടും ഗ്രീൻ തന്നെ മതിയെന്ന്. ഭയങ്കര ഫാഷൻ സെൻസ് ഒക്കെ നമ്മൾ വിചാരിച്ച പോലെ അല്ല. ഗൈസ് അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചു, ചെരുപ്പും വാങ്ങിച്ചു. അപ്പൂപ്പൻ അതിനകത്ത് ഉണ്ട്. ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് ഇതിൻ്റെ പുറത്തിറങ്ങും. അപ്പോൾ നമുക്ക് ഇവിടെ ദർശന കളക്ഷൻസ് ആണ് പാലക്കാടുള്ള. അവിടെ നമുക്ക് അവർ ഡ്രസ്സിങ് റൂമിൽ ചേഞ്ച് ആക്കിക്കോളാൻ പറഞ്ഞു. ഗൈസ് ഈ സാർ ഇവിടുത്തെ ഫ്ലോർ മാനേജറാണ്. സാർ നമ്മളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നത്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. ഹലോ, സ്റ്റിക്കറൊക്കെ കളയാനുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ അപ്പൂപ്പൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഡ്രസ്സിങ് റൂമിലുണ്ട്. അപ്പോൾ അപ്പൂപ്പനെ ഇങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ മാറ്റി അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ഫ്ലോർ മാനേജറായ സാറ് അപ്പൂപ്പനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അപ്പൂപ്പൻ്റെ ഹെയറും ബിയർഡും എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാച്ചുറൽസിലേക്കാണ്. അത് നമ്മുടെ സ്റ്റേഡിയം ബൈപ്പാസ് റോഡിലത്തെ നാച്ചുറൽസിലാണ് പോകുന്നത്. അപ്പോൾ അവർ ഇത് കാര്യം പറഞ്ഞതും അവിടുത്തെ രാധിക മാം എല്ലാവരും ഭയങ്കര ഹാപ്പി. ഓക്കെ, ഇങ്ങോട്ട് വന്ന് നമുക്ക് എല്ലാം സെറ്റാക്കി തരാണ്ട് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഒരു എനർജി. അപ്പോൾ അപ്പൂപ്പനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ സലൂണിൽ പോവാം. എന്നിട്ട് അപ്പൂപ്പൻ്റെ ഹെയറും ബാക്കി എല്ലാം കൂടെ ട്രാൻസ്ഫോം ചെയ്ത് ലാസ്റ്റ് നല്ല കുട്ടപ്പനാക്കി നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റി നമുക്ക് നോക്കാം. ഗൈസ് അങ്ങനെ അപ്പൂപ്പൻ ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ ബാക്കിലുണ്ട്. ഒരു ഹായ് പറയും എൻ്റെ ക്യാമറ നോക്കിയിട്ട്, കൈ കൊണ്ട് ഹായ്. എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ മാറ്റിയപ്പോൾ? കണ്ണാടി നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഫോറിൻ പോയ പോലെ ഉണ്ട്. ഫോറിൻ പോയ പോലെ. എങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫാഷൻ, പുതിയ ഫാഷൻ. നമുക്ക് കുറെ കൂടെ കഴിയുമ്പോൾ ജീൻസും പാൻറ്റൊക്കെ ഇട്ട് നടക്കാം അല്ലേ? മതി, അത് മതി. നിങ്ങളുടെ അടുത്ത് പണം വേണം. കുഴപ്പമില്ല, അത് നമ്മൾ നോക്കാം. പണം വേണം അല്ലേ? വെറുതെ ഇന്ന് കോടീശ്വരനായ നാളെ പിച്ചക്കാരനായ റോട്ടിൽ തള്ളും. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എല്ലാം ഇടാം. അതെ, എല്ലാവർക്കും എല്ലാം ഇടാം. കണ്ടത് വലിയ ഹാപ്പി ടു യു. അവർക്ക് താങ്ക്സ് പറയാം ഭവാനെ. അയ്യോ, എപ്പോഴും ഞാൻ കടമപ്പെട്ടത് തന്നെ. അങ്ങനൊന്നും ഇല്ല. ഇനി നമുക്ക് പോയി ബാക്കിയെല്ലാം ശരിയാക്കാം അല്ലേ? റെഡി അല്ലേ? എനർജി ഉണ്ടാ? സന്തോഷം തോന്നുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ഒരു ഹെൽത്ത് കിട്ടി. അതാണ്, നമ്മുടെ ഡ്രസ്സ് മാറുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഒരു ന്യൂ ഒരു ഏജൻസി പുതിയൊരു സന്തോഷായില്ലേ? എനർജി വന്ന അറിയാൻ പാടില്ല. അല്ലല്ല, സന്തോഷത്തിന്റെ ഒരു ആനന്ദം. ആനന്ദത്തിന്റെ അങ്ങനെ അപ്പൂപ്പനെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ സൂപ്പറാക്കി. സൂപ്പറായാ? ഓ, എത്ര സൂപ്പറായി? നന്നായി. കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പൊ ഇനി വെരി ഗ്ലാഡ് ടു മീ. അയ്യോ, അപ്പൂപ്പന് ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെ അറിയുന്നത്? അത് ഞാൻ 3 പഠിച്ചിട്ടുണ്ടല്ലോ. ഓഹോ, എഴുത്തുവായന കുറെ പഠിച്ചിട്ട് ഒരു പണിക്ക് പോകുമ്പോൾ നന്നായി കളിയും. അപ്പൊ നമുക്കിനി മുടിയും താടിയൊക്കെ ശരിയാക്കാം, സൂപ്പറാക്കാം. ഓ ഓ, കുട്ടപ്പനാവാ. അപ്പൂപ്പന്റെ പേരുങ്ങൾ ആരും കേട്ടിട്ടില്ല അല്ലേ? പേരെന്താന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. വെങ്കട്ടരാമമൂർത്തി. വെങ്കട്ടരാമ അലിയാസ് മൂർത്തി. അനത്ത് വെങ്കിട്ടരാമൻ അലിയാസ് മൂർത്തി, ന്യൂ കജ്പാജി, പാലക്കാട് 3. ഓ, വലിയ അഡ്രസ്സ് അല്ലേ നമുക്ക് കിട്ടിയ സെറ്റ്. അപ്പോൾ നമുക്കിനി നേരെ നാച്ചുറൽസിൽ പോവാം. അവിടെ പോയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഫുൾ റെഡിയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വേഗം സെറ്റ് ചെയ്തിട്ട് വരാം.
അപ്പൂപ്പൻ പൗഡറൊക്കെ ഇട്ട് സെറ്റായി. പക്ഷെ ഹെയർ വാഷ് ചെയ്യാൻ മാത്രം സമ്മതിച്ചില്ല. ആ വാഷ് വെച്ച് തലയെനിക്ക് വെക്കുന്നത് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു. പുഴയാണ് ഞങ്ങൾക്ക് ഇഷ്ടമായി. അത് ഇങ്ങനത്തെ വാഷ് വെച്ച് തലവൊക്കെ വെച്ച് കുളിക്കുന്ന പരിപാടി ഇല്ല അല്ലേ ഗൈസ്? അങ്ങനെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. എന്ത് തോന്നുന്നു? ശരിയായിട്ടുണ്ട്. രസമുണ്ടോ? ഇപ്പൊ ഒരു പുതിയ ആളായ പോലെ തോന്നുന്നുണ്ടോ? അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ എല്ലാം സെറ്റാക്കി കഴിഞ്ഞു. എന്നിട്ട് അപ്പൂപ്പൻ കൽപ്പാത്തിയിൽ ഇവിടെ വിടാനാന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഞങ്ങൾ വന്നതും കണ്ടതും സംസാരിച്ചതും. ഡ്രസ്സ് എടുത്ത് തന്നു, എയർ ഗേറ്റ് ഡ്രസ്സിങ്ങൊക്കെ ശരിയാക്കി തന്നു, ഇതൊക്കെ മോഷണമൊക്കെ ശരിയാക്കി തന്നു. സന്തോഷമായി. ഇംഗ്ലീഷ് ഒരു ഡയലോഗ് എല്ലാവരും കേൾക്കട്ടെ. മതിയെന്ന് എനിക്ക് ഇവിടെ ഇറങ്ങണതിന് എന്തോ പോലെ ഇരിക്കണം. അത് ഇവരൊക്കെ നമ്മൾ അവിടെ നിന്ന് പെൺകുട്ടികളെ കൂട്ടിയിട്ടൊന്ന് വിചാരിക്കും. അയ്യോ അങ്ങനെയൊന്നും പുറമെയുള്ളവർ ഇപ്പോൾ ആട്ടോറിക്ഷയിൽ പോയില്ലേ തമാശാക്കി ചീത്ത പറയും. ഞാൻ ഇറങ്ങിക്കളയാം. ശരി, ഓക്കെ. അപ്പൊ അപ്പൂപ്പൻ ഇവിടെ ഇറങ്ങുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ബൈ ബൈ പറയാം. അപ്പൊ സന്തോഷമായോ ഇല്ലേ? അതാണ് എനിക്ക് അറിയേണ്ടത്. സന്തോഷമായി, നല്ല സന്തോഷമായോ? ആദ്മി ഗൈ ബഡാ അച്ഛാ ഹൈ. ഹിന്ദിയൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ആളെ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ആളുടെ എവിടെയൊക്കെ ഇറക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ വിട്ടിട്ട് വന്നു. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി ക്യാമറ തുറക്കുമ്പോൾ അപ്പൂപ്പൻ കുറച്ച് സൈലൻ്റ് ആണ്. ഇതെന്തോ വലിയ സംഭവം, എന്തോ ഒരു ഇഷ്ടപ്പെടണില്ല. പക്ഷെ അല്ലാതെ സമയത്ത് ഭയങ്കര സംസാരമായിരുന്നു. ആ സലൂണത്തേക്ക് എല്ലാവരുമായിട്ടും ഒരേ സംസാരമായിരുന്നു, കഥയോടെ കഥ പറച്ചിൽ അങ്ങനെ. പക്ഷേ നമ്മൾ വളരെ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അപ്പൂപ്പന് അത്ര താല്പര്യമില്ല അത് ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഡൈവേർട്ട് ചെയ്ത് വേറെ ടോപ്പിക്കൊക്കെ എത്തിക്കണം. പിന്നെ ഞാൻ ഓർത്ത് നോക്കി നമുക്ക് അങ്ങനെ ചോദിക്കണ്ട, അവരെ വെറുതെ എന്തിനാ ഇങ്ങനെ ഒരു മാതിരി ആക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആളുടെ ഒരു ഡേ നമ്മൾ ഭയങ്കര ഹാപ്പി ആക്കി കൊടുത്തു. ആള് ഡ്രസ്സ് മാറ്റി വന്നതും എനിക്കെന്തോ ഒരു പുതിയ ഞാനായ പോലെ എന്നൊക്കെ ഓർമ്മ കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടാവുന്ന. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത പെട്ടെന്ന് വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.